അതേ പരിശുദ്ധ റമളാനിലെ നോമ്പ് ആദ്യമായി നിർബന്ധമാക്കപ്പെട്ട പരിശുദ്ധ റമളാനിലെ ഹിജറയുടെ 2-ാം വർഷത്തിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമൂഹത്തെ ഒന്ന് പ്രതിരോധിക്കണമെന്ന ചിന്തയോടെയാണ് മദീനയിൽ നിന്ന് പരിശുദ്ധ പ്രവാചകരും സ്വഹാബത്തും ബദറിലേക്ക് പുറപ്പെടുന്നത്. എന്നാൽ ആ വാർത്ത അറിഞ്ഞുകൊണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സൈന്യം മക്കയിലേക്ക് വിവരം കൊടുക്കുകയും അബൂജഹലും അവന്റെ അനുയായികളും എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി പരിശുദ്ധ പ്രവാചകരെ വകവരുത്തണമെന്ന ആഗ്രഹത്തോടെ അഹങ്കാരത്തോടെ കടന്നു വരികയാണ്. ബദറിന്റെ രണാങ്കണത്തിൽ അവരും തമ്പടിക്കുകയാണ്. യുദ്ധത്തിനു വേണ്ടി പോയ സമൂഹമായിരുന്നില്ല പരിശുദ്ധ പ്രവാചകരുടെ സ്വഹാബത്ത്. പരിശുദ്ധ റമളാനിൽ ആദ്യമായിട്ട് നോമ്പനുഷ്ഠിക്കപ്പെട്ട ആ പട്ടിണി പാപങ്ങളാണ് ബദറിന്റെ രണാങ്കണത്തിൽ നിലകൊള്ളുന്നത്. ആ സമയത്താണ് എല്ലാ നിലയിലും സൗഭാഗ്യങ്ങൾ കൊണ്ട് വിവിധങ്ങളായ മാംസങ്ങൾ വളരെ മനോഹരമായി വയറു നിറയെ കഴിച്ചുകൊണ്ട് സ്ത്രീകൾ പാട്ടുപാടിയും കുട്ടികൾ ആനന്ദ നൃത്തം ചവിട്ടിയുമാണ് ബദറിലേക്ക് മക്കാ മുശ്രിക്കുകൾ കടന്നു വന്നിട്ടുള്ളത്. അവരുടെ സൈന്യത്തിന്റെ പെരുപ്പം തന്നെ 1000-ആയിരുന്നല്ലോ. ബദറിന്റെ രണാങ്കണത്തിൽ പരിശുദ്ധ പ്രവാചകരുടെ സൈന്യത്തിന്റെ എണ്ണം 313-ആണല്ലോ. ആ സൈന്യത്തിന്റെ ഏറ്റവും വലിയ വില എന്തായിരുന്നറിയുമോ? ആ സൈന്യത്തിന്റെ ഏറ്റവും മനോഹരമായ ശക്തി എന്തെന്നറിയുമോ? അല്ലാഹുവിലുള്ള അചഞ്ചലമായ പ്രതീക്ഷയാണ് പരിശുദ്ധ പ്രവാചകർ. അതുകൊണ്ട് തന്നെയാണ് ബദറിന്റെ തലേ രാത്രിയിൽ തന്റെ ശിരസിന്റെ മുകളിൽ കിടന്ന തട്ടം പോലും താന്നുപോയത് അറിയാതെ അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് പ്രാർത്ഥനാ വചസ്സുകൾ ഉരുവിട്ടത്. അല്ലാഹുമ്മ അൻതുഗ്ലിക ഹാദിഹി അസ്വാബത മിൻ അഹ്ലിൽ ഈമാൻ ഫലാ തഅഖുദു ഫിൽ അർളി അബദാ. അല്ലാഹുവേ, ഈ പാപം സൈന്യമുണ്ടല്ലോ, ഈ ചെറിയ സംഘമുണ്ടല്ലോ, ബദറിന്റെ രണാങ്കണത്തിലെങ്ങാനും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ തഅഖുദു ഫിൽ അർളി അബദാ, ഈ ഭൂമി ലോകത്ത് ഇനി നിന്നെ ആരാധിക്കുവാൻ ഒരാളും അവശേഷിക്കുകയില്ല. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ പ്രവാചകരുടെ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിന്റെ ആവിഷ്കാരമായിരുന്നില്ലേ? ആകാശ ലോകത്ത് നിന്ന് ബദറിന്റെ രണാങ്കണത്തിൽ പരിശുദ്ധ പ്രവാചകർ തന്റെ വാളൂരി പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്തേക്ക് ചാടിക്കയറിയ സമയം അതേ 1000-ഓളം മലക്കുകളെയാണ് അല്ലാഹു സത്യവിശ്വാസികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആകാശ ലോകത്ത് നിന്ന് ഇറക്കിക്കൊടുത്തത്. അതിനുശേഷം പിന്നെയും മലക്കുകളെ ഇറക്കുകയാണ്. ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ സഹായം ലഭ്യമാവുകയാണ്. ആ സഹായത്തിന്റെ പ്രോജ്വലിക്കുന്ന പ്രകാശത്തിൽ ശത്രു സൈന്യത്തിന്റെ ഹൃദയത്തിൽ ഭയപ്പാടുണ്ടായി തീരുകയാണ്. അവരുടെ നേതാക്കന്മാരാകുന്ന അബൂജഹൽ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും ശത്രുക്കൾ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ സ്വഹാബത്തിന്റെ വെട്ടേറ്റുകൊണ്ട് ബദറിന്റെ മണ്ണിൽ പിടഞ്ഞു വീണു മരിക്കുകയാണ്, ചത്തുപോവുകയാണ്. അത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർ തോറ്റോടിയില്ലേ? പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയുമോ? ഇങ്ങനെ ഒരു 313 ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുപ്പിച്ചിട്ട് അവർ കാരണമാണ് പരിശുദ്ധ ഇസ്ലാമിന് ഇസ്സത്ത് ലഭിച്ചത്, പ്രതാപം ലഭിച്ചതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകനെ അങ്ങേയറ്റം അനുസരിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം വിശ്വസിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ പ്രവാചകർക്ക് അങ്ങേയറ്റം പ്രൊട്ടക്ഷൻ നൽകിയതിന്റെ പേരിൽ ഈ പ്രപഞ്ചം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണല്ലോ ഉമ്മമാരെ. മുത്തുനബിക്ക് വരാനല്ലേ സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമി ലോകത്തേക്ക്
നിനക്ക് വരാനല്ലേ ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂമി ലോകത്തെ ഓരോ വസ്തുക്കളും സംവിധാനിക്കപ്പെട്ടത്. അതുപോലെ തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ഇത്തിബാഅ് ചെയ്യുകയും ചെയ്ത ഒരു സമൂഹത്തോട് അല്ലാഹുവിന് തോന്നിയ ആ സ്നേഹത്തെയും ബഹുമാനത്തെയും ലോകത്തിന്റെ അവസാനം വരെ നിലനിർത്തുന്നതിന് വേണ്ടി വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിലൂടെ അതിങ്ങനെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു വഴി മാത്രമാണ് ബദറിന്റെ രണാങ്കണം. അത് മനസ്സിലാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അന്നൊരിക്കൽ ആകാശ ലോകത്തിന്റെ ഛത്രാധിപതിയായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് വന്നപ്പോ പരിശുദ്ധ നബി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, യാ ജിബ്രീലേ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള സമുദായത്തിൽ, പ്രവാചകന്മാരുടെ സമുദായത്തിൽ പലരെയും പല ജനസമൂഹത്തെയും അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അങ്ങ് നശിപ്പിച്ചിട്ടില്ലയോ? അതിൽ ഏറ്റവും പ്രയാസകരമായ, അതിൽ ഏറ്റവും വലുപ്പമേറിയതെന്ന് നിനക്ക് തോന്നിയ ജനത ഏതാണെന്നൊന്ന് പറയാൻ കഴിയുമോ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മുത്തുനബി ചോദിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഏത് സമുദായത്തെ നശിപ്പിച്ചതെന്നറിയുമോ? മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ചതാണ്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണല്ലോ അല്ലാഹുവിന്റെ ഖലീലാകുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം മഹാന്മാരായ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഭൂമി ലോകത്തേക്ക് ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഉമ്മമാരെ, കേൾക്കണേ നിങ്ങൾ. അല്ലാഹുവിന്റെ ഖലീലാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സവിധത്തിൽ ചെല്ലുകയാണ്, ഞങ്ങൾ ലൂത്ത് നബിയുടെ സമുദായത്തെ, നിഷേധികളായ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി വന്നവരാണെന്ന വിവരം അറിയിക്കുമ്പോ അല്ലാഹുവിന്റെ ഖലീലാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, മലക്കുകളോട് പറയുകയാണ്, ജിബ്രീലിനോട് പറയുകയാണ്, ആ ജനതയെ ഇപ്പോൾ തന്നെ നശിപ്പിക്കണോ? നമ്മൾക്ക് അവർക്ക് സാരോപദേശം കൊടുക്കാൻ, അവരെ നന്മയുടെ വഴിയിൽ നടത്താൻ ഒരു അവസരം കൂടി കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ, അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നത്. ഈ വിവരം ഒരേ സമയത്ത് രണ്ട് പ്രവാചകന്മാർ പ്രബോധനം നടത്തുമ്പോ അതിലൊരു പ്രവാചകന്റെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനയുമായി വരുമ്പോ മറ്റേ പ്രവാചകരാകുന്ന അങ്ങയോട് ആ വിവരമൊന്ന് അറിയിക്കേണ്ട മര്യാദയുണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ച് വിവരം പറയാൻ വന്നതാണെന്ന് പറഞ്ഞ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മലക്കുകളും മടങ്ങുമ്പോ എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിഷേധ പ്രവർത്തനം നടത്തിയ, ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രവർത്തനം ആദ്യമായി കൊണ്ടുവന്ന ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം ഉണ്ടല്ലോ, അതെ, ആൺകുട്ടി സ്വന്തം സ്ത്രീകളെ, സ്വന്തം ഭാര്യമാരെ ഉപേക്ഷിച്ച് ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ചെറുപ്പക്കാരായ യുവാക്കളെ സമീപിക്കുന്ന സ്വവർഗരതിയുടെ പ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ച ലൂത്ത് നബിയുടെ സമുദായം ഉണ്ടല്ലോ, ആ സമുദായത്തെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അതെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നശിപ്പിച്ചത് എങ്ങനെയെന്നറിയുമോ? അത് 100 ചിറകുകളുള്ള മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകുകളിൽ നിന്ന് ഒരു ചിറകിന്റെ മൂല കൊണ്ട് ലൂത്ത് നബിയുടെ സമുദായം ജീവിച്ചിരുന്ന പ്രദേശത്തെ കടപുഴക്കിയെടുത്ത് കീഴ്മേൽ മറിച്ച്
വലിച്ചിടുകയാണ് ചെയ്തത്. അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് സാധ്യമായതോ 600 ചിറകുകളുള്ള ജിബ്രീലിന്റെ ഒരു ചിറകിന്റെ മൂല കൊണ്ടാണ്. ലൂത്ത് നബി എന്ന് പറയുന്ന ശക്തന്മാരായ ഒരു ജനസമൂഹം ജീവിച്ചിരുന്ന നാടിനെ, ഭൂമിയെ അങ്ങനെ തന്നെ കുത്തിപ്പൊക്കിയിട്ട് കീഴ്മേൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയിട്ട് കീഴ്മേൽ മറച്ചിട്ടത്. അതല്ലേ ഇന്ന് ലോകത്തിന്റെ ദൃഷ്ടാന്തമായി, ലോകത്തിന്റെ വലിയൊരു ദൃഷ്ടാന്തമായി ഇന്നും നിലകൊള്ളുന്നത്. അതല്ലേ ഡെഡ് സീ എന്നറിയപ്പെടുന്നത്, അതല്ലേ ചാവുകടൽ എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏറ്റവും താഴെ തട്ടിലുള്ള ഏറ്റവും താഴ്ഭാഗമാണ് ഈ ചാവുകടൽ. ഈ വിനീതൻ ഫലസ്തീനിന്റെ യൂഫ്രട്ടീസിന്റെ നദീതീരത്തുള്ള ഫലസ്തീനിൽ നിന്ന് പിന്നെ ഈജിപ്തിലേക്ക് പോകുന്ന സമയത്തുള്ള ആ വഴിയിലുള്ള ചാവുകടലിൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു ചരിത്രത്തിന്റെ കൊതിയായിരുന്നു. ചരിത്രം വായിച്ച് കേട്ടപ്പോൾ ഉണ്ടായ കൊതിയായിരുന്നു. ചാവുകടലിൽ ഇറങ്ങി കുളിച്ചിട്ടുണ്ട്. അതിൽ മുങ്ങിപ്പോവുകയില്ല പ്രിയമുള്ളവരെ. നമ്മളിങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. അതൊരു വലിയ ദൃഷ്ടാന്തമായി അല്ലാഹു അവശേഷിപ്പിച്ചിരിക്കുകയാണ്. ഒരു ജനതയെ അപ്പാടെ ഭൂമി ലോകത്ത് നിന്ന് കടപുഴക്കി പൊക്കിക്കൊണ്ടുപോയി കീഴ്മേൽ മറച്ചിട്ടതിന്റെ ചരിത്രത്തിന്റെ അവശേഷിപ്പാണത്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന് നിഷ്പ്രയാസം സാധ്യമാകുമായിരുന്നില്ലേ അബൂജഹൽ എന്ന അഹങ്കാരിയുടെ നേതൃത്വത്തിൽ കടന്നു വന്ന 1000ഓളം വരുന്ന മക്കാ മുശ്രിക്കുകളെ നശിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയുമായിരുന്നു. എന്നിട്ടും എന്തേ ബദറിൽ നിന്ന് പറയുന്ന രണാങ്കണത്തിൽ യുദ്ധം ചെയ്യാൻ മുത്തുനബിയുടെ സ്വഹാബത്തിൽ നിന്ന് പട്ടിണിക്കോലങ്ങളായ നോമ്പുകാരായ 313 അങ്ങോട്ട് അയച്ചുകൊണ്ടങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തതെന്നറിയോ? അള്ളാന്റെ റസൂലിനെ ബഹുമാനിച്ച, അള്ളാന്റെ റസൂലിനെ ആദരിച്ച, അള്ളാന്റെ റസൂലിനെ ഇത്തിബാ ചെയ്ത, അള്ളാന്റെ റസൂലിനെ എല്ലാ നിലക്കുമുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രൊട്ടക്ട് ചെയ്ത ആ സമൂഹത്തിനോട് അള്ളാഹുവിന് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ ബഹുമാനത്തിന്റെ, ആദരവിന്റെ, സ്നേഹത്തിന്റെ ആ ബഹിസ്ഫുരണം ലോകത്തിന്റെ അവസാനം വരെ മുഹമ്മദ് നബിയുടെ സമുദായത്തിന്റെ ഹൃദയങ്ങളിൽ നിലനിർത്തണമെന്നുള്ള നിയ്യത്താണ് ബദർ നടക്കാനുള്ള കാരണമെന്ന് നാം മനസ്സിലാക്കണേ. അല്ലാഹു ബദരീകളെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ബദരീകളോട് മനസ്സിന്റെ ഉള്ളിൽ ഹുബ്ബ് നൽകട്ടെ. അല്ലാഹു ആദരിച്ച സമൂഹത്തെ ആദരിക്കുകയും അല്ലാഹു ആദരിച്ച വിഭാഗത്തെ സ്നേഹിക്കുകയും അല്ലാഹു സ്നേഹിച്ച വിഭാഗത്തെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ്. അല്ലാഹു സ്നേഹിച്ചവരെ മുത്തുനബി സ്നേഹിച്ചില്ലേ? അല്ലാഹു സ്നേഹിച്ചവരെ, മുത്തുനബി സ്നേഹിച്ചവരെ അവിടുത്തെ സ്വഹാബത്ത് സ്നേഹിച്ചില്ലേ? അവിടുത്തെ ശേഷം കടന്നു വന്ന ഓരോ പണ്ഡിതന്മാരും, ഓരോ താബിഉകളും തബഉ താബിഈങ്ങളും ബദരീങ്ങളെ പ്രത്യേകം പരിഗണിച്ചില്ലേ? നിങ്ങൾക്ക് കേൾക്കണോ? പരിശുദ്ധ പ്രവാചകരിൽ നിന്നൊരു ഹദീസ് നിവേദനം ചെയ്യുന്ന റാവിമാരിൽ, റിപ്പോർട്ട് ചെയ്യുന്നവരിൽ ആരെങ്കിലും ബദറിൽ പങ്കെടുത്തവരായിട്ടുണ്ടെങ്കിൽ സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, വഹുവ ബദരിയുൻ. ആ സ്വഹാബത്തിന്റെ, ആ സ്വഹാബിയുടെ പേര് എഴുതിയിട്ട് ചേർത്തെഴുതും, വഹുവ ബദരിയുൻ, അദ്ദേഹം ഒരു ബദരിയാണ്, അദ്ദേഹം ബദരിയാണെന്ന് പ്രത്യേകം എഴുതി സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പരിശുദ്ധ പ്രവാചകരും സ്വഹാബത്തും ഒരു സദസ്സിലിരിക്കുമ്പോ ആ സദസ്സിൽ ഒരു ബദറിൽ പങ്കെടുത്ത സ്വഹാബി ഉണ്ടെങ്കിൽ ഒന്നാം സഫിലേക്ക്, ഒന്നാമത്തെ വരിയിലേക്ക് പരിശുദ്ധ പ്രവാചകരോട് ചേർത്ത് അവരെ പ്രത്യേകം പരിഗണിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച് കടത്തിയിരുത്തിയിരുന്നു. എന്തിനധികം നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? ഐഷ ബീവിയെ കുറിച്ച് കെദഫ് പറഞ്ഞ ആ ചരിത്രം വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ടല്ലോ.
അതിലൊരു ബദറിൽ പങ്കെടുത്ത സഹാബിയുണ്ടല്ലോ, ആ ഉമ്മ ആ മകനെ കുറിച്ചൊന്ന് മോശമായി പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം ബദരിയാണ്, അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയല്ലേ എന്ന് തിരുത്തുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? മക്കയിലേക്ക് മക്കം ഫതഹിന്റെ യുദ്ധത്തിന് മുമ്പുള്ള വിവരവുമായിട്ട് ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തുവിട്ട ചരിത്രം നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞില്ലേ? അദ്ദേഹം ആ ബദരിയായതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതേ രാജ്യത്തിന്റെ ഏറ്റവും മനോഹരമായ രഹസ്യത്തെ ഒറ്റുകൊടുത്ത ആ രാജ്യദ്രോഹിയെ വിട്ടുതരൂ, നമ്മൾക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞു പോകല്ലേ ആ മനുഷ്യനെ കുറിച്ച്. അദ്ദേഹം ബദരിയാണ്, ബദരിയാണ്, ബദരിയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞതെന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പ്രവർത്തിച്ചോളൂ എന്ന് അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അല്ലാഹു അങ്ങനെ പറഞ്ഞൊരു വിഭാഗം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പ്രവർത്തിച്ചോ, വഖദ് ഗഫർതു ലക്കും, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇനി പ്രവർത്തിച്ചോ എന്ന് പറയാൻ ഒരു വിഭാഗത്തോട് പറയാൻ സൃഷ്ടികർത്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്, അങ്ങനെ ചെയ്തത്, അങ്ങനെ പറഞ്ഞത് അവരുടെ ക്വാളിറ്റി കൊണ്ടാണ്, അവരുടെ ക്വാളിറ്റി കൊണ്ടാണ്, അവർക്കതിനുള്ള യോഗ്യതയുള്ളത് കൊണ്ടാണ്. അങ്ങനെ പറഞ്ഞാലും അവർ തെറ്റിലേക്ക് പോവുകയില്ലെന്നും തന്നിഷ്ടം പ്രവർത്തിക്കുകയില്ലെന്നും അള്ളാഹുവിനും പരിശുദ്ധ പ്രവാചകർക്കും ഇഷ്ടപ്പെട്ടതും തൃപ്തിപ്പെട്ടതുമല്ലാത്ത ഒന്നും അവരുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവുകയില്ലെന്നും ഉറച്ച ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അള്ളാഹു ബഹുമാനിച്ച സ്നേഹിച്ച ഒരു വിഭാഗത്തെ അവരുടെ സ്മരണ ലോകത്തിന്റെ അവസാനം വരെ നിലനിർത്താൻ തന്നെയാണ് ബദർ നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കി, ബദർ യുദ്ധം നടന്നിട്ടില്ലെങ്കിൽ ബദരീങ്ങൾ ആരെങ്കിലും ഓർക്കോ? നിങ്ങൾ പറയും, ബദരീങ്ങൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടാവില്ല അങ്ങനെ യുദ്ധം നടന്നിട്ടില്ലെങ്കിൽ. മക്ക മുശ്രിക്കുകൾ ഇങ്ങോട്ട് വന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമൂഹത്തെ നശിപ്പിക്കപ്പെട്ടതുപോലെ അവരെന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു മലക്കിനെ അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരൊക്കെ തൂത്തെറിഞ്ഞേക്ക് എന്ന് പറഞ്ഞാല് ജിബ്രീലിന് അത് പ്രയാസമുള്ള കാര്യമാണോ? ആണോ? ഒരിക്കലും അല്ല. എന്തുകൊണ്ട്? ലൂത്ത് നബിയുടെ സമുദായത്തെ ഒന്നടങ്കം ഭൂമി അങ്ങനെ കുത്തിപ്പൊക്കി ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി കീഴ്മേൽ മറച്ചിടാന് ജിബ്രീലിന്റെ 600 ചിറകുകളിൽ ഒരു ചിറകിന്റെ അറ്റം മതി എന്നാണ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്. അപ്പൊ വെറും 1000 പേര്, നിങ്ങൾ ഇവിടെ എന്റെ സ്ഥലത്തുണ്ടോ പിടിച്ചിരുന്നോളി, വെറും 1000 പേര് അവര് വന്ന് അവരെ ഒന്ന് ഇല്ലാതെയാക്കാൻ അള്ളാഹുവിന്റെ മലക്കാകുന്ന ജിബ്രീലിന് വളരെ നിഷ്പ്രയാസം കഴിയൂലേ? 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 നിങ്ങൾക്ക് തോന്നണ്ടോ കഴിയില്ലെന്ന്? കഴിയും. പിന്നെ എന്തിനാണ് ബദർ നടന്നത്? അള്ളാഹു ബഹുമാനിച്ചവരെ മുഹമ്മദ് നബിയുടെ സമുദായത്തെ കൊണ്ട് ബഹുമാനിപ്പിക്കുക, അള്ളാഹു സ്നേഹിച്ചവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ കൊണ്ട് ലോകത്തിന്റെ അവസാനം വരെ ആ സ്നേഹം നിലനിർത്തുക, അവരെന്നും സ്മര്യ പുരുഷന്മാരായി ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുക. ഞാനിത് പറയുമ്പോൾ ഓർത്തു പോവുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു 100 വർഷം മുമ്പ് മഹാന്മാരായ ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് വളരെ മനോഹരമായി പദ്യരൂപത്തിൽ എഴുതി തയ്യാറാക്കിയ അൽ ബദരിയത്തുൽ ഹംസിയ, അതെ ബദരിയത്തുൽ ഹംസിയ, നമ്മൾ ഇപ്പൊ പാടാൻ ഒരുങ്ങുന്ന മജ്ലിസുൻ നൂറിന്റെ ഒരു പഴയ വെർഷൻ അന്ന് ഒരു 100 വർഷം മുമ്പ് മഹാനായ ഒരു മലപ്പുറത്തെ പണ്ഡിതൻ വളരെ മനോഹരമായി ക്രോഡീകരിച്ച് രൂപപ്പെടുത്തി. ഉമ്മമാരത് പാടി, ഉപ്പമാരത് പാടി, കുട്ടികളെ തൊട്ടിലിൽ ആട്ടുന്ന സമയത്തും അവരത് പാടിക്കൊണ്ടിരുന്നിരുന്നു. അവരുടെ അധരങ്ങളിൽ, അവരുടെ മനസ്സകങ്ങളിൽ, അവരുടെ ഹൃദയങ്ങളിൽ അതിങ്ങനെ മനഃപ്പാഠമുണ്ടായിരുന്നു. പുതിയ ജനറേഷൻ അതൊക്കെ മറന്നു, ബദർമാല ഒഴിവാക്കി, ബദർ മൗലിദ് ഒഴിവാക്കി, ബദരീങ്ങളെ സ്മരിക്കുന്നത് ഒഴിവാക്കി. അങ്ങനെ ഒരു കാലത്ത് ബദരീങ്ങൾ തന്നെ സ്മരിക്കപ്പെടാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ മാറിപ്പോയ സമയത്താണ്
കേരളീയ മുസ്ലിം സംസ്കൃതിയുടെ അഭിമാനമായ കടലുണ്ടിപ്പുഴയോരത്തെ സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അന്ന് മജ്ലിസുൻ നൂർ എന്ന് പറയുന്ന രൂപത്തിൽ ആ ബദരിയത്തുൽ ഹംസിയയുടെ ഒരു പുതിയ മനോഹരമായ വെർഷൻ റെഡിയാക്കി അത് സമർപ്പിച്ചു, ഇജാസത്തോടെ സമർപ്പിച്ചു. കേരളീയ മുസ്ലിം സമൂഹം അത് ഏറ്റെടുത്തു. കാരണം അത് സമർപ്പിക്കപ്പെട്ടത് പാണക്കാട് മുത്തുനബിയുടെ കുടുംബത്തിൽ നിന്നാണ്. മഹാനായ സയ്യിദ് അവറുകളാണ് അത് നൽകിയത്, ഇജാസത്തായി നൽകിയത്. സ്മരിക്കപ്പെടുന്നതോ മഹാന്മാരായ ബദരീങ്ങളെയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയൊക്കെയോ അതില്ലാതെയായി പോകുമെന്ന് തോന്നിയ സമയത്ത് വീണ്ടും അതിനെ പുനർജീവിപ്പിച്ചു. മഹാനായ സയ്യിദ് അവറുകളുടെ നാവിലൂടെ അല്ലാഹു അവിടുത്തെ ഖബർ ജീവിതം വെളിച്ചമാക്കി കൊടുക്കട്ടെ. പാണക്കാട്ടെ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ, മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ പൂക്കോയ തങ്ങളുടെ മുമ്പിലായി അവർ കിടന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവർ ഇന്ന് ലോകത്തിന് സമർപ്പിച്ച ആ ഒരു വലിയ ഒരു ഇജാസത്തിന്റെ പിൻബലത്തോടെ കൂടെയുള്ള ഈ ഒരു വല്ലാത്ത മജ്ലിസ് അത് ലോകത്ത് പിന്നെയും ഊർജപ്പെടുത്തി. കേരളീയ മുസ്ലിം സമൂഹം എവിടെയുണ്ടോ അവിടങ്ങളിലെല്ലാം അത് ലണ്ടനിലാണെങ്കിലും ന്യൂസിലാൻഡിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും മലയാളി മുസ്ലിം എവിടെയുണ്ടോ അവിടെയെല്ലാം മജ്ലിസുൻ നൂറിന്റെ മജ്ലിസുകൾ ചെറുതും വലുതുമായി നടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അല്ലാഹു ബഹുമാനിച്ചവരാണ്. ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം, അല്ലാഹു ബഹുമാനിച്ചവരെ നിന്ദിക്കാൻ നോക്കിയാൽ അതൊരാളെ കൊണ്ടും കഴിയില്ല. അല്ലാഹു സ്നേഹിച്ച ഒരു സമൂഹത്തെ മനസ്സിൽ നിന്ന് സ്നേഹത്തെ മാറ്റി നിർത്താൻ ശ്രമിച്ചാൽ അതൊരാളെ കൊണ്ടും കഴിയില്ല. കാരണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവാണ് അവരോടുള്ള സ്നേഹവും ബഹുമാനവും സമർപ്പിച്ചത്. അതിനുവേണ്ടിയാണ് ബദർ നടന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള സ്നേഹം അങ്ങേയറ്റം നിലനിർത്താൻ, അവരോടുള്ള സ്നേഹം അങ്ങേയറ്റം പ്രകടിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.